ഇരിങ്ങാലക്കുട നഗരസഭ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് എത്തിയ വാഹനങ്ങൾ ഹെവൻ ശ്രീ പ്രവർത്തകർ തടഞ്ഞു. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഹെവൻ ശ്രീ അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് 17ഓളം വരുന്ന സ്ത്രീകളായ പ്രവർത്തകർ മാലിന്യ വണ്ടികൾ തടഞ്ഞത്. ശമ്പള ഇനത്തിൽ 1 ലക്ഷത്തിലധികം രൂപ ഇവർക്ക് ലഭിക്കാനുണ്ട്. ഇതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരസഭയിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്കുള്ള മാലിന്യ നീക്കം സ്തംഭിച്ച അവസ്ഥയിലാണ്. ഹെവൻ ശ്രീ ഗ്രൂപ്പിലെ അംഗങ്ങൾ 17 വർഷത്തോളമായി ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇതുവരെയുള്ള നാളുകളിൽ നഗരസഭ തനത് ഫണ്ടിൽ നിന്നാണ് ശമ്പളം നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ യോഗത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഈടാക്കുന്ന യൂസർ ഫീയെ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ള കൺസോർഷ്യത്തിൽ നിന്നും ശമ്പളം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഓഡിറ്റ് ഒബ്ജക്ഷൻ ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭാ അധികൃതർ ഈ തീരുമാനമെടുത്തത്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം നിശ്ചിത ചർച്ചകൾക്കൊടുവിലാണ് എടുത്തത്. എന്നാൽ LDFും BJPയും തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം കൺസോർഷ്യത്തിൽ നിന്നും ഹെവൻ ശ്രീ അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഹെവൻ ശ്രീ അംഗങ്ങളുടെ ശമ്പളം മുടങ്ങിയതും പ്രതിഷേധത്തിന് കാരണമായതും. ഞങ്ങൾക്ക് 1 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. ശമ്പളം ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഓൺ ഫണ്ടിനാണ് ഞങ്ങൾക്ക് ശമ്പളം തന്നുകൊണ്ടിരുന്നത്. ഓൺ ഫണ്ടിന് പൈസ ഇല്ലാന്നാണ് സെക്രട്ടറി അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾ ഹരിതകർമ്മ കൺസോർഷ്യം അക്കൗണ്ടിൽ പ്ലാസ്റ്റിക് വിറ്റ് ആദ്യം ഓൺ ഫണ്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കൺസോർഷ്യം അക്കൗണ്ടിലേക്കായി. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഒപ്പിടില്ലാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും നാൾ ഏത് വകുപ്പിലാണോ ശമ്പളം തന്നുകൊണ്ടിരുന്നത് ആ വകുപ്പിൽ തന്നെ തുടർന്ന് തന്നാൽ മതി. ശമ്പള വർധന വേണ്ടി ഞങ്ങളുടെ അപേക്ഷ വെച്ചിരുന്നു. അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. TCV ഇരിങ്ങാലക്കുട.